എൻ്റെ അറിവിൽ ഞാൻ ഏതെങ്കിലും നമ്മളെപ്പറ്റി പറയുന്നതല്ല, എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരും ഇതിങ്ങനെ പോയി തെറി എഴുതുന്നത് ഞാൻ വായിച്ചിട്ടില്ല. നമുക്ക് കാണില്ല, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു സാധനം ലൈക്ക് ചെയ്തിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ ഒരു അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഇവരുടെ ട്രേറ്റ്സ് പഠിച്ചു റീസെന്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്ക്, സി ദേ ഹാവ് സോ മച്ച് ഹേറ്റഡ് ഇന്നും അത് അവർക്ക് എവിടെയെങ്കിലും കൊട്ടിക്കൊണ്ടിരിക്കണം. അതുവരെ കൊട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു കാർ കണ്ടവർ അറിയാതെ വേണമെങ്കിൽ സ്ക്രാച്ച് ചെയ്തിട്ട് പോകും. ഇത് ഏത് ലെവലിലും ഉണ്ട്. ഇപ്പൊ ഇത് കേൾക്കുന്നവർ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടാവും, ഞാൻ നെഗറ്റീവായിട്ട് ഇങ്ങനെ എഴുതലുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പോയിട്ട് കാറിന് സ്ക്രാച്ച് ചെയ്യാറില്ലല്ലോ. അത് വേറൊരു എക്സ്ട്രീം. ഞാൻ വേറൊന്ന് പറയാം. ഇത് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവില്ല, ഒട്ടും ഉണ്ടാവില്ല. ഇല്ല, അവർക്കൊരു സ്പേസ് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി പറ്റില്ല. ദേ ഹാവ് സോ മച്ച് ഹേറ്റഡ് ഇൻ ദം. എന്നാ വെച്ചാൽ നമ്മുടെ സിനിമയിൽ കാണുന്ന സീരിയൽ കില്ലറൊക്കെ ഏറ്റവും പേഴ്സണൽ ഹൈജീൻ പോലെ 5 പൈസ ഒക്കെ ഉണ്ടാവും. അങ്ങനെയാ അതായത് അവർക്കൊരു സ്പേസ് വൃത്തിയാക്കിയിരിക്കുന്നത് അവർക്ക് അത്ര നന്നാവില്ല. പുതിയ നോട്ട് ATM എന്ന് കിട്ടിയിട്ട് അത് കടയിൽ കൊടുക്കണമെങ്കിൽ അവർ വേണമെങ്കിൽ 4 പ്രാവശ്യം മടക്കിയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇത് വെറുതെ പറയല്ല. ഇങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനത്തെ ട്രേറ്റ്സ് ഉള്ളവരുണ്ട്. ഞാൻ പറയുന്നത് ഇതിന്റെ എക്സ്ട്രീം. ഇത് നമുക്ക് ഏത് ലെയറിലേക്കും വരാം. ഞാനിത് ഇരുന്ന് ഇതിന്റെ ഒരു 6-7 പേജ് പ്രിപ്പയർ ചെയ്ത് സെൽഫ് ഇത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കാലഘട്ടം. ഇതിപ്പോഴത്തെ അപ്പൊ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് എന്തുകൊണ്ടായിരിക്കും, പിന്നെ അത് ക്രാക്ക് ചെയ്യണം, അതിന് റീസൺസ് എഴുതി വെക്കണം. എന്റെ ആവശ്യം ഇതൊന്നുമല്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഐഡിയ, ഒരു എഫക്റ്റ് പറയണം. പക്ഷെ അത് പറയണമെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കണം. ആൻഡ് ബാക്ക് ട്രേസ് ചെയ്ത് എൻ്റെ ഒരു 3-3.5 ദിവസം ഞാനാകെ വല്ലാണ്ടായിപ്പോയി.